നമുക്ക് കളിക്കാൻ പോവാം. നിന്റെ പരീക്ഷയും എത്തിയേ. അതോർത്ത് വേവലാതി വേണ്ടച്ചാ. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ക്യാമറ സ്റ്റാർട്ട് ആവുന്നതിന് ഞാൻ നല്ല കോമഡി ഒക്കെ പറഞ്ഞില്ലേ? ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്, പക്ഷെ ഒന്നും ക്യാമറ പറയാൻ പറ്റില്ല. ക്യാമറക്കകത്ത് ഞാൻ ഓൺ ആക്കിയിട്ടില്ലല്ലോ ഞാൻ പറയുന്നത്. എന്റെ പൊന്നോ, അശ്വിന്റെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റ പാട്. അതെങ്ങനെയാ രണ്ടും കൂടെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? എനിക്കൊരു 8 to 9 hours സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഐ വിൽ ബി നാഗവല്ലി. എന്റെ മൂഡ് ഭയങ്കര മോശമായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ഇവിടെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് അത് ഇത്ര ഓവർ ആവുന്നതൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ എന്തെങ്കിലും വേണോ, എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് തരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയായി. വിശന്നാൽ നിങ്ങൾ നിങ്ങളാകും. രാവിലെ സൺറൈസിന് ഒരു വോക്ക്, ഹൈക്കിങ് എന്നൊക്കെ. അപ്പൊ എനിക്ക് ചെന്ന് കയറിയപ്പോഴും അവിടെ കൊണ്ടുവന്നത് ഞാൻ മറ്റേ സൂപ്പർ മെസ്സി വൺ. എനിക്കും എന്റെ റൂം കണ്ടാ അത് പറയത്തില്ല. അത് ശരിയാ, പക്ഷെ എനിക്ക് ഫോർ മീ ഐ എം ലൈക്ക് വെരി മെസ്സി പേഴ്സൺ. നമ്മൾ രണ്ടുപേരും മെസ്സി. അത് പണ്ടോട്ടുള്ള വ്ളോഗ് വീട്ടില് മറവി കൂടുതൽ ആർക്കാണ്? ദിയാ കൃഷ്ണയുടെ തല എവിടെ? ഭയങ്കര മറവിയാണല്ലോ അശ്വിൻ. മോളിലെ ബാത്റൂമിലോട്ട് അവിടെ ചെന്ന് അവരെന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണ അവസരം അവരെ ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് വാൾ പേപ്പർ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു. Who is most likely to take the entire blanket while sleeping? എന്തോ പറയാനുണ്ട്. കുറെ നേരം നമ്മൾ വർത്താനം പറയുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം. ഭയങ്കര ഫ്രഷ് ഗെയിം, ഒരു ചേഞ്ച് ആവട്ടെ. അതെ, ദിയാം എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഉറപ്പാ. രണ്ടുപേരുടെ ഏറ്റവും വൃത്തികെട്ട ഫോട്ടോ ഞാൻ എടുത്തിട്ട് വന്നേക്കണേ. അങ്ങനെ കൊല്ലണ്ടായിരുന്നു നമ്മള്. തരട്ടെ ഞാൻ? തന്നോ നോക്കാലോ അല്ലേ? ഇരിക്കാലോ. വെറുതെ പറഞ്ഞതാ ഞാൻ. അയ്യോ, ഞാൻ മനസ്സിലിരിക്കുക. ഇപ്പൊ വെറുതെ പറഞ്ഞ ഭാഗ്യമായി. ഞാൻ വിചാരിക്കാം നല്ല പടവും ഞാൻ വിചാരിച്ചിരുന്ന പടമൊക്കെ അല്ല, എന്റെ വൃത്തികെട്ട പടമാണ് എടുത്തത്. ഞാൻ ഈ ഫോട്ടോ ഞാൻ അത്ര ഓറായിരുന്നു കാണാൻ. ഒരു സെക്കൻഡ് ഞാൻ എടുത്തപ്പോ വിചാരിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫോട്ടോ. കൊള്ളാം. ഇത് അശ്വിന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ആയിരുന്നു. എന്റെ പൊന്നോ, അശ്വിന്റെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റ പാട്. അതെങ്ങനെയാ രണ്ടും കൂടെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? നല്ല ഫോട്ടോ ആയിരുന്നു. ദിയയുടെ അക്കൗണ്ട് അശ്വിന്റെ സിംഗിൾ ഒരു ഫോട്ടോ ഒന്നും ഇടുന്നത് കേട്ടോ. അശ്വിൻ എടുത്തു തന്ന ഫോട്ടോ, ഇത് ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോ. സൂപ്പർ. ഒന്ന് കാണിച്ചേക്കും നമ്മുടെ ഓഡിയൻസ്. ദിയ ആൻഡ് അശ്വിൻ. അതെ, ഞാൻ എന്തൊരു ഗ്ലാമർ അല്ലേ അശ്വിൻ. പൊക്കിക്കോ. അശ്വിൻ കൊള്ളാം, ഭയങ്കര ക്യൂട്ട് ഇതിനകത്ത് കാണാൻ. പക്ഷെ കുറച്ച് മെലിഞ്ഞിരുന്നേ, ഇപ്പത്തേക്കാൾ മെലിഞ്ഞിട്ട്. ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ ഗെയിം ഒന്നുമില്ല. ജസ്റ്റ് ഹൂ ഈസ് മോർ ലൈക്ലി ടു ബി. ആരാണെന്നുള്ളത് മാറിപ്പോവരുത്. ഏത് കയ്യിലെ ദിയ, ഏത് കയ്യിലെ അശ്വിൻ അറിയാലോ. അതെ, എനിക്കറിയാം. ഓക്കെ, നോ ഡിസ്കഷൻ കേട്ടോ. ഞാൻ തന്നെ വെക്കാം റൈറ്റില്. ഓക്കെ, റെഡി. ഡിസ്കഷൻ ഒന്നുമില്ല, ചോദിച്ച അപ്പൊ തന്നെ പൊക്കിക്കോളണം. ഓക്കെ, എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതും പറയാം. ശരി, നോക്കിട്ട് കാണിക്കാലോ അല്ലേ? ശരി. ഓക്കെ, വിശന്നാൽ ദേഷ്യം വരുന്നത് ആർക്കാണ്? ബെസ്റ്റ്. ഞാൻ വെറും പാവമാണ്. വിശന്നാ ഞാൻ വിശക്കണെന്ന് പറയത്തേ ഉള്ളൂ. ദേഷ്യം ഒന്നും ഞാൻ കാണിക്കില്ല. എന്റെ മൂഡ് ഭയങ്കര മ്യൂസിക്. എനിക്കാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവൻ വിശന്നിട്ട് തിന്നോട് ഞാൻ പറയും, കുറച്ചുകൂടെ എന്തെങ്കിലും വേണോ, എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് തരാം. കാരണം എനിക്ക് ഫുഡ് കൊടുക്കുന്നതല്ല, ഇവൻ വയറിറച്ച് കഴിച്ചില്ലെങ്കിലേ പിന്നീട് ഇവന്റെ സീസൺ പറഞ്ഞ അബ്നോർമൽ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ഇവിടെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് അത് ഇത്ര ഓവർ ആവുന്നതൊക്കെ ഞാൻ ചോദിക്കും. നോക്കി ഞാൻ അങ്ങനെ ഒന്നും, എനിക്ക് അങ്ങനെ ദേഷ്യം വരത്തൊന്നുമില്ല. അതിലേക്ക് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം, അതിന് എനിക്ക് ഭയങ്കര വിശപ്പൂടെ വയറ് കത്തുന്നുള്ളൂ, ഇങ്ങനെ എന്തെങ്കിലും പറയത്തേ ഉള്ളൂ. അല്ല, ഞാൻ ഒന്നും പറയത്തില്ല. കറക്റ്റ് ടൈം ഫുഡ് കഴിക്കുന്ന ആളാണോ അശ്വിൻ? അതാണ് പ്രശ്നം. കിട്ടിയില്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എണീക്കുന്നതായിരിക്കാം. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ വിശന്നാൽ ഭ്രാന്ത് ഇളകുന്നത് അശ്വിനാണ്. വല്ലാത്ത ഭ്രാന്ത് ഇളകും. അയ്യോ. ഓക്കെ, ആരാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കോൾ ചെയ്യുന്നത്?
ശല്യം എന്നാണോ? ശല്യം ആവാറുണ്ടോ? അല്ലല്ല, എനിക്കതാ ഇഷ്ടം. ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കുന്നത് ബാബു ചെയ്യുന്നു, ഞാൻ അങ്ങോട്ടാ വിളിച്ചു ചോദിക്കുന്നത്. എനിക്ക് കുറെ commitments സൊല്ല് ഉണ്ട്. കള്ളം. ആരെയും വിളിക്കൂല, സത്യം ഞാൻ ലോകത്താരെയും വിളിക്കൂല. അഞ്ജലി ഇവനല്ലാതെ ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കത്തില്ല. ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ എങ്ങനെ തന്നെയാണ്, പുള്ളിക്കാരി കുറെ ഓടി നടന്ന് കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എപ്പോഴാണ് ഫ്രീ ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അതിനെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കോൾ വെയിറ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ വിളിക്കും, എന്തെങ്കിലും കോമഡി പറയാൻ വേണ്ടി വിളിക്കും. ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അപ്പോഴത്തെ അച്ഛനെയും അമ്മേനെയും ഇല്ലല്ലേ, ദിയനെ വിളിച്ച് അന്വേഷിച്ചോളൂല്ലോ. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും കാര്യങ്ങളൊക്കെ. അച്ഛനിടയ്ക്കിടയ്ക്ക് വിളിക്കും. എവിടെയാ? അല്ല, ഞാൻ എത്ര വട്ടം നിന്റെ മറ്റേ നമ്പറിൽ വിളിച്ചു, എന്തുകൊണ്ട് എടുത്തില്ല? ഞാൻ മറ്റേ കണ്ടില്ല അച്ഛാ, സൈലന്റ് ആയിരുന്നു. അമ്മയെ വിളിച്ച അമ്മ സൈലന്റ്, നീ ആ ഫോൺ എടുത്ത് കടലിലെറിയ, അത് ആവശ്യം വന്ന് എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ വിളിക്കും. ഇവനെ വിളിക്കുമ്പോൾ ഇവൻ കറക്റ്റ് ആയിട്ട് എടുക്കും. ചൊല്ലുങ്കേ എന്ന് പറഞ്ഞ ഫോൺ എടുക്കും. അപ്പൊ അമ്മ മറ്റേ എങ്ക ഇருக்கு മോള്, അവ എപ്പ തിരുമ്പി വരും, അങ്ങനെയൊക്കെ ചോദിക്കും. അവള് ആത്തക്ക് കൊണ്ട് സേത്ത് കൊണ്ട് അങ്ങനെയൊക്കെ അമ്മ ഓരോന്നിനെ വിളിച്ചു പറയും. അടിപൊളി. ഓക്കെ, ആർക്കാണ് ഉറക്കം കൂടുതൽ? ഞാൻ അതല്ലേ ഇപ്പൊ പറഞ്ഞേ, 12 എണീക്കില്ല. എനിക്ക് മറ്റേ ചന്തിയിൽ വെയിലടിക്കണം, ഞാൻ എണീക്കും. അല്ല ഞാൻ എണീക്കൂല, എന്നെ എത്ര എണീപ്പിച്ചാലും ഞാൻ എണീക്കൂല. ഇത് പണ്ട് സ്ഥിരം അമ്മമാര് പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല. ഐ നീഡ് സ്ലീപ്പ്. ലൈക്ക് എനിക്കൊരു 8 to 9 hours സ്ലീപ്പ് കിട്ടില്ലെങ്കിൽ ഐ വിൽ ബി നാഗവല്ലി. എന്റെ മൂഡ് ഭയങ്കര മോശമായിരിക്കും. ഞാൻ ഗ്രംപി പേഴ്സൺ ആയിരിക്കും രാവിലെ. ഞാൻ ഇങ്ങനെ ആ ദേഷ്യമൊക്കെ ഇവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇവന്റെ ഞാൻ പറയാം, എടാ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാവോ പ്ലീസ്, ഉറക്കം കിട്ടിയിട്ടില്ല, ഉറക്കം കിട്ടി. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത്. അപ്പൊ ഇവനെ തന്നെ അറിയാം. ലൈക്ക് ഇപ്പൊ ഞാൻ ജിമ്മ് കുറെ കാലത്ത് മുങ്ങി നടക്കുവാണ്. ബിക്കോസ് ജിമ്മിൽ പോയുള്ള സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എണീക്കണം, 10 മണിക്ക് ജിമ്മിൽ പോകണം. അവിടുത്തെ വർക്ക്ഔട്ട് കഴിഞ്ഞാൽ ഐ ബി സോ ടയേർഡ് ദാറ്റ് എന്റെ അന്നത്തെ ദിവസം ഒരു പരിപാടി നടക്കത്തില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല, ഇവന്റിന്റെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവനെ കാണാൻ പോകാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ജീവിതം വെറുത്ത ആൾക്കാരെ പോലെ ഇങ്ങനെ ഇരിക്കും, ഡിപ്രസ്ഡ് ലൈഫ് പോലെ. അപ്പൊ എനിക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി 12 വരെ ഞാൻ കിടന്ന് ഉറങ്ങും. ഇവൻ പണ്ട് എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ഞാൻ ജിമ്മിൽ ഒറ്റയ്ക്കാ വരാമോ എന്നൊക്കെ. ഇപ്പൊ ഇവനും പറയാറില്ല, എന്റെ ട്രെയിനർ എനിക്ക് മെസ്സേജ് അയക്കാറില്ല. എന്തിനാ അവൾ ഉറങ്ങിക്കോട്ടെ, അവള് ഇഷ്ടം പോലെ ഉറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞു വെഡിങ്ങിന് ഇച്ചിരി വണ്ണം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ സുന്ദരിയാ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അശ്വിൻ അതാ മനഃപൂർവ്വം വിളിക്കാത്ത, വെറുതെ ഇപ്പൊ ജിമ്മിൽ വേറെ കുറെ പെണ്ണുങ്ങൾ കൂട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അശ്വിൻ അവളെ മറ്റേ ടാങ്ക് ടോപ്പ് ഒക്കെ ഇട്ട് രാവിലെ ആവുമ്പോ പോകും, പമ്പൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും രാവിലെ 9 മണി പറയല്ലേ നല്ല പെൺപിള്ളേരൊക്കെ ഉണ്ട്. അത് തന്നെ അവിടെ ഇപ്പൊ കുറെ സുന്ദരി പെണ്ണുങ്ങളില്ലേ? സുന്ദരിയാണ് ഞാൻ പറഞ്ഞു, ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്നെ കൊല്ല് ഇങ്ങനെ പൊക്കല്ലേ, ഇങ്ങനെ പൊക്കല്ലേ. ആൾക്കാർ പറയും ഇവളെന്തോ പൈസ എങ്ങനെ കൊടുത്തിട്ടുണ്ടാ ചെറുക്കനെ കൊണ്ടുവന്നതിന് മുന്നേ. എന്റെ ഈശ്വരായിരിക്കും ഇതൊന്നും കാണാൻ. ഓക്കെ, ചളി കൂടുതൽ ആർക്കാണ്? ചില സമയം ഞാൻ ചിലത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവ മറ്റേ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഞാൻ വിളിച്ചു വല്ലതും പറയുന്നത് അപ്പൊ ഞാൻ മറ്റേ കോമഡി തീർന്നു എന്ന് പറയും. ഓ അയ്യോ സൂപ്പർ 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 പറയണ്ടായിരുന്നു വിളിച്ച്. അതുകൊണ്ട് ഞാൻ അഞ്ജലി ചെറുപ്പം വിളിച്ചു പറയും. പണ്ട് അഞ്ജലി വീണ്ടും ചിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാൾ മറ്റേ എടാ ഇത് പറയാനാണോ നീ രാത്രി എന്നെ വിളിച്ചത്, ശരി എന്ന് പറഞ്ഞൊക്കെ വെച്ചിട്ട് ഞാൻ മറ്റേ ശരി എന്നാ എന്ന് പറയും. എനിക്കുണ്ട്. പക്ഷെ ഇഷ്ടമുള്ളവരോട് മാത്രം, എല്ലാവരോടും ഞാൻ ഇവനോടും അഞ്ജലിയോടോ വീട്ടുകാരോടോ വേറെ ആരോടും പറയില്ല. നല്ല ചളിയൊക്കെ അല്ലേ, എൻജോയ് ചെയ്യാം. ഐ ഹാവ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നോ അയ്യോ, സെൻസ് ഓഫ് ഹ്യൂമർ അടിപൊളിയാണ്. ക്യാമറ സ്റ്റാർട്ട് ആവുന്നതിന് ഞാൻ നല്ല കോമഡി ഒക്കെ പറഞ്ഞില്ലേ. ഹ്യൂമർ ഉള്ള ആളാ ഞാൻ. ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്, പക്ഷെ ഒന്നും ക്യാമറ പറയാൻ പറ്റില്ല. ക്യാമറക്കകത്ത് ഞാൻ അത് ഓൺ ആക്കിയിട്ടില്ലല്ലോ എന്റെ ഞാൻ പറയുന്നത്. കുറച്ച് A+ ആയിട്ടുള്ള മൊത്തം കോമഡികളെ ഞാൻ പറയാറുള്ളൂ. A+ അല്ല, ഞാൻ 18+ അതിന്റെ ഇടയിൽ അത് എന്തിനാണ് ഞാൻ അഡൽട്ട് ഉള്ളിയാണ് ഉദ്ദേശിച്ചത്, അതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ, who is most likely to take the entire blanket while sleeping? എന്തോ പറയാനുണ്ട്. അല്ലല്ല, ബ്ലാങ്കറ്റ് ഞാൻ തന്നെയാണ് പൊതുവെ എടുക്കുന്നത്. പക്ഷെ ഇയാൾക്കുള്ള ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ഇസ് പില്ലോ. ഹി ഹേറ്റ്സ് ടു സ്ലീപ്പ് ഇൻ ഹിസ് പില്ലോ. ഞാനൊരു പുഴുവിനെ പോലെ കിടക്കുന്നത്. പക്ഷെ ആ പുഴുവിനെ പോലെ കിടക്കുമ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് ഇങ്ങനെ വലിയ ചുരുട്ടി ഇടയിലോട്ട് കയറ്റി കിടക്കും. ഇവന് ബ്ലാങ്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷെ ഇവൻ എന്റെ പില്ലോയിന്റെ ഹാഫ് ഇല്ലേ അതിലയക്ക് തല വെച്ചിട്ട് ബോഡി അങ്ങോട്ട് സ്റ്റാൻഡ് ചെയ്ത് കിടക്കണം, നിർബന്ധമാണ് അങ്ങനെ. അപ്പൊ ഞാൻ രാത്രിയൊക്കെ ആകുമ്പോ എടോ തല ഇച്ചിരി നീക്കോ, എനിക്ക് സ്ഥലമില്ല, ഇച്ചിരി നീക്കോ. അപ്പൊ അവൻ ശരി ഇതിനപ്പോ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ചരിഞ്ഞ് വന്ന് എന്റെ പില്ലോയിൽ ഇങ്ങനെ കയറി കിടക്കും. പിന്നെ ഇപ്പൊ ഞാൻ യൂസ്ഡ്, ഞാൻ ഒന്നും പറയില്ല, തിരിഞ്ഞാൽ കിടക്കും. കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് മിണ്ടാതിരിക്കും. തലയെങ്കിൽ തല കിടന്നോ അവിടെ കിടന്നോ ഒരു കുഴപ്പമില്ല. ട്രിപ്പ് പ്ലാനർ
ഓഫ് കോഴ്സ് അത് ഞാൻ എഴുതിയപ്പോഴേ എനിക്കറിയാം. എന്റെ ഫാമിലി ആയിട്ട് പോകുമ്പോ ഐ എം ദ മോസ്റ്റ് ലൈക്ക് യൂസ്ലെസ് പേഴ്സൺ. അമ്മുവാണ്. ഷീസ് ദ മോസ്റ്റ് സ്മാർട്ടസ്റ്റ് പേഴ്സൺ. ഷീ ഡസ് എവറിത്തിങ്. അമ്മു ചിലവരായിട്ട് ഡീൽ ചെയ്യുന്ന ഞാനും ഇഷാനിയും ഹൻസിക്ക് ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് പറയും നമ്മളായിരുന്നെങ്കിൽ പേരിപ്പോയേനല്ലേ. കാരണം അമ്മു ഇങ്ങനെ ഭയങ്കര ഹാഷ് ബൂഷ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്നവന് ഇംഗ്ലീഷ് പറഞ്ഞും കൂടെ കൊടുക്കും. ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞോളെ. എനിക്ക് അത്രയൊന്നും ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അശ്വിനായിട്ട് പോകുമ്പോൾ ഐ നോ ദാറ്റ് ഹി ഡസന്റ് നോ, സോ ഐ ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഞാൻ തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യും. അതെ, വീട്ടുകാരോട് പോകുമ്പോൾ ഐ വോക്ക് ലൈക്ക് വൺ ഇഡിയറ്റ്. എല്ലാം അമ്മു ചെയ്തോളൂല്ലോ, ചുമ്മാ അവിടെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് പോകും. അത് ഈസിയർ ഫോർ മീ. പക്ഷെ ഇയാളോട് പോകുമ്പോൾ ഐ എം മോർ റെസ്പോൺസിബിൾ. ഞാൻ ഡ്രൈവർമാരെ വിളിക്കും, ചേട്ടാ എപ്പോൾ എത്തും, ചേട്ടാ ആ സ്ഥലത്ത് ടിക്കറ്റ് എന്തായി, ഞാൻ എല്ലാം അന്വേഷിക്കും. She is more like a mother അല്ലേ? When it comes to him, I'm like a mother. I take care of him. അവന് വേണ്ടത് മേടിച്ചു കൊടുക്കും, അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എനിക്ക് അതാ ഇഷ്ടം. I like to be like that. People say that I'm bossy, but it's okay. I like being like that. ഞാൻ ഇവന്റെ നല്ല വേറൊന്നും പറയാറില്ല. He knows. നമ്മൾ സ്നേഹം മാത്രം കൊടുത്താൽ മതി. തടവി ഇരുന്നാൽ മതി. ഞാൻ നല്ല ഇടയ്ക്ക് ഒന്ന് പൊക്കി വിട്ടാൽ മതി. 5 രൂപയ്ക്ക് പൊക്കി വിട്ടാൽ മതി. ഞാൻ ഹാപ്പിയാണ്. അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൺ ഹൂ സേവ്സ് മണി. അതാ അശ്വിൻ. എന്ത് ലുക്ക് അശ്വിൻ ഫോട്ടോയില്. ഓ ഭയങ്കര ഗ്ലാമർ എന്നൊക്കെ. എഡിറ്റ് ആണെന്ന് തോന്നുന്നു. ഐഫോണിൽ വിവിഡ് അങ്ങനത്തെ അതങ്ങനെ എടുത്തത്. ബ്രില്യൻസ് ഒക്കെ കൂട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? നോർമൽ ഫോട്ടോ അല്ല, എഡിറ്റ് ചെയ്ത്. ഓക്കെ, ഭയങ്കരമായിട്ട് സേവ് ചെയ്യും നന്നായിട്ട്. ഭയങ്കരമായിട്ട് സേവ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ വെൻ കമ്പയർഡ് ടു മീ, എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും. ഇപ്പൊ ഞാൻ ഭയങ്കര ഷോപ്പഹോളിക്കാണ്. ഒരു കടയിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിക്കാനാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവനെ കൊണ്ട് കയറ്റും. ഞാൻ 25,000 റുപ്പീസ് സാധനം മേടിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ കേറുമ്പോ തന്നെ ഇവനറിയാം ഞാൻ അവിടെ എന്തെടുക്കാനാ പോകുന്നത്. ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ തന്നെ ഇവൻ പറയും, ഇതേപോലത്തെ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം വാങ്ങിച്ചില്ലേ, അത് നീ ഇട്ടിട്ട് പോലും ഇല്ല ഇതുവരെ, കണ്ടിട്ട് പോലും ഇല്ല ആ ഡ്രസ്സിൽ, എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ കാണുന്നത്, അന്ന് മേടിച്ചതിട്ട് എന്നിട്ട് നമുക്ക് ഇത് മേടിക്കാം. അങ്ങനെ പറഞ്ഞാൽ എന്നെ കൊണ്ട് കുറെ സാധനം തിരിച്ചു വെപ്പിക്കുന്നത്. ഞാൻ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിനെ എറിഞ്ഞ് പൊട്ടിക്കണം. എനിക്ക് പൊട്ടിച്ചില്ലെങ്കിൽ ഞാൻ ഇയാൾക്കായിട്ട് ഞാൻ പൊട്ടിക്കും. ഇവൻ തന്നെ ചില സാധനങ്ങൾ പറയും, എനിക്കിത് വേണ്ട, നീ എനിക്ക് ഓൾറെഡി സെയിം മേടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറയും. പക്ഷെ ഞാനിങ്ങനെ വെസ്റ്റ് സൈഡ് പോലത്തെ കടകളിലൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് അറിയാം ഇപ്പൊ ഒരു വലിയ പർച്ചേസ് ഇവിടെ നടക്കും. വെസ്റ്റ് സൈഡ് ഒരു പ്രശ്നമാണ്. വരുന്നത് അവ കയറി എടുക്കാൻ തോന്നും. ഞാനിങ്ങനെ ചെന്ന് കയറി ഹാങ്ങറിൽ ഇങ്ങനെ പറക്കി എടുത്ത് ഇവന് കൊടുക്കും, പോയി ട്രയൽ കിട്ടുക എന്ന് പറയും. ബിക്കോസ് ഞാൻ ഇങ്ങനെ കണ്ണും പൂട്ടി എടുക്കുന്നത് ഇവൻ അറിയായിരിക്കും ഇവന് ചേരും എന്നുള്ളത്. ഇവൻ ചെല്ലും, ഇടും. അതിനകത്ത് ഒരു 9 out of 10 വീൽ ഓൾവേസ് ബൈ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ടൂ മച്ച് സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അവരിങ്ങനെ ചിരിപ്പിച്ചോണ്ടേയിരിക്കണം. എനിക്ക് ഐ ഡു ദാറ്റ് a lot. അടിപൊളി. കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഓക്കെ, ബെസ്റ്റ് കുക്ക്. ഞാൻ തന്നെ. നമ്മുടെ കുക്കിംഗ് അത്ര മോശമൊന്നല്ലല്ലോ. കോഫി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ കോഫി ആക്കാറില്ല. എനിക്ക് മറ്റേ 3 in 1 സാഷ ഇല്ലേ, അതിട്ട് കലക്കി ആക്കാനേ എനിക്ക് അറിയാവുള്ളൂ. ഈ മേക്സ് ഇറ്റ് ലൈക്ക് പാലും എല്ലാം വെച്ച് ഉണ്ടാക്കാൻ അറിയാം. ബാക്കി കുക്കിംഗ് ഐറ്റംസിലോട്ട് വന്നു ഇയാൾക്ക് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. ശരിയാ, മാഗി ഉണ്ടാക്കാൻ അറിയാം കേട്ടാ. പിന്നെ മാഗി മറ്റേ രാത്രി ആകുമ്പോഴത്തേക്ക് മറ്റേ സ്ട്രീറ്റ് ഫുഡ് ആൾക്കാർ ഉണ്ടാക്കത്തില്ലേ, പാത്രത്തിൽ ഇട്ട് അടിച്ചടിച്ച് ഇവൻ ആ ശബ്ദം അടിച്ചടിച്ച് കിടക്കുന്നവരെയൊക്കെ ശല്യം ചെയ്യുന്നതാണ് ഇവ സാധനം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ടങ് 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 അടിച്ചടിച്ചടിച്ചാണ് മാഗി ഉണ്ടാക്കുന്നത്. എന്തിനാണോ എന്തോ അത്ര ഷോ. മോനെ ഉറക്കത്തിൽ നിന്നും വിളിച്ച് എണീപ്പിച്ചേക്കല്ലേ. ഞാൻ നാഗവല്ലി, എനിക്ക് ഉറക്കമാണ് ഏറ്റവും വലുത്. അയ്യോ. പ്ലാൻ ദ ഫ്യൂച്ചർ. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ കൂടുതലും ഓവറായിട്ട് ചെയ്യുന്ന ഞാനാണ്. ഓവർ പ്ലാനിങ് ഞാനാണ്. ബെറ്റർ ഐഡിയാസ് എനിക്കാണുള്ളത്. പക്ഷെ ഐഡിയാസിൽ എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ സ്മാർട്ട് ആയിട്ടുള്ളത് ഇയാളാണ്. ഹി ടെൽസ് ലൈക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും എന്നുള്ളത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു ഞാൻ അങ്ങനെ. അപ്പൊ സ്മാർട്ടായിട്ടുള്ള ബുദ്ധി ഇടയിൽ പറഞ്ഞ് എന്നെ കുറെ എടുത്തുചാട്ടലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇയാൾ. കാരണം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എനിക്ക് ഷോപ്പ് തുടങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ട് എന്റെ ബിസിനസിന്റെ. നമ്മുടെ സ്ഥലത്ത് നിന്ന് സാബല്യം കോംപ്ലക്സിനകത്ത് ഒരു ഏരിയ കണ്ടപ്പോൾ തന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. ഞാൻ ചാടിക്കയറിയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൊടുക്കാൻ റെഡി ആയിരുന്നു. ഇവ അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട, നമുക്ക് ബെറ്റർ സ്ഥലം കിട്ടും, ഇവിടെ ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇയാളെന്താ എന്നെ ഇങ്ങനെ ഒന്നും സമ്മതിക്കാതെ ഇങ്ങനെ വെച്ചേക്കണം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ശരിയാ,
അവിടെ ഇപ്പൊ ആളില്ല, ഞാൻ എന്തിനാ അവിടെ പോയി കട തുടങ്ങുന്നത്, എനിക്ക് എന്താ ഭ്രാന്താണോ? അതെ. അന്ന് ഞാൻ കൊടുത്ത് ഞാൻ സ്പോട്ടിൽ കൊടുക്കാൻ റെഡിയായിരുന്നു, ഞാൻ പൈസ കൊടുക്കാൻ റെഡിയായിരുന്നു. പക്ഷെ ഇയാൾ എന്നെ തടഞ്ഞു. ചില സാധനങ്ങൾ ഇയാൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും, ഇവക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം, ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ തടഞ്ഞിട്ട് എനിക്ക് നല്ലത് വന്നിട്ടുണ്ട് ഇയാളെ. ബാബു എന്നെ സുമ്മാവാ, ബാബു തന്നെ അത് തന്നെ കണ്ണാലേ പേസ് വേണ്ട. കണ്ണാലേ പേസ് വേണ്ട, അത് തന്നെ അത് തന്നെ. ഓക്കെ. മെസ്സി വൺ. എനിക്കും It's me only. എന്റെ റൂം കണ്ടാ അത് പറയത്തില്ല. അത് ശരിയാ. പക്ഷെ എനിക്ക് ഫോർ മീ ഐ എം ലൈക്ക് വെരി മെസ്സി പേഴ്സൺ. നമ്മൾ രണ്ടുപേരും മെസ്സി. അത് പണ്ടോട്ടുള്ള വ്ളോഗ് വീട്ടില് രണ്ടുപേർക്കും ഭയങ്കര ഓവർ അച്ചടക്കം ജീവിക്കാൻ രണ്ടുപേർക്കും പറ്റില്ല. മെസ്സി ഈ റൂമും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാന് അത് ശരിയാ. അത് ഞാൻ ചെയ്യും. ഞാൻ എവിടെ ട്രിപ്പ് പോകുമ്പോ, നമ്മൾ തിരിച്ചു പോകുമ്പോ ഞാൻ ഇയാളുടെ പെട്ടിയിൽ മറ്റേ ഫുൾ ഓർഗനൈസേഴ്സ് എല്ലാം ഓർഗനൈസ്, ആ പെട്ടി തുറക്കുമ്പോൾ ഒരാൾക്ക് അറിയാം എവിടെ എന്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ ആസ് എ ഒരു ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ഓരോ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര മെസ്സിയാണ്, അലമ്പാണ്. ഞാൻ മൊത്തത്തിൽ മറ്റേ ഒരു അച്ചടക്കത്തോടെ അങ്ങനെ നീ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പഞ്ച്വാലിറ്റി എനിക്കുണ്ട്. അത് ഞാൻ ഇപ്പൊ സമയത്ത് ഞാൻ സമയം ഞാൻ പറഞ്ഞാൽ ഞാൻ എത്തിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിസ്കഷൻ ഇടയിൽ 100 തവണ പറയുകയും ചെയ്യും, ഇന്ന സമയത്തോടെ ഇന്ന സമയത്ത് തീരെ ഇതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. പറഞ്ഞാൽ ഞാൻ അതുപോലെ വന്നിരിക്കും. പക്ഷെ ഞാൻ വാക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എന്റെ എനിക്ക് വാക്ക് തരാൻ പറ്റില്ല, ചിലപ്പോൾ എനിക്ക് എത്താൻ പറ്റില്ല, അത് ഞാൻ പറയും. അതേ പറയും. പഞ്ച്വാലിറ്റി എനിക്ക് നല്ലപോലെ ഉണ്ട് കേട്ടോ, അതെനിക്കുണ്ട്. പഞ്ച്വാലിറ്റി കുറച്ച് കുറവാണ്. എനിക്കോ? പൊടിക്ക് കുറവാണ് ചില സമയത്ത്. അത് കാരണം അത് ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല. വർക്ക് ദാറ്റ് മച്ച് ലൈക്ക് ആ ലാപ്ടോപ്പ് ഒന്ന് 5 minutes, ഓക്കെ, ഐ വിൽ ബി ബാക്ക് ഇൻ 5 minutes, ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോൾ പോലും പലരും ഇയാളെ വിടത്തില്ല. 1 minute അശ്വിൻ, 1 minute ഈ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു കളയും. അപ്പൊ ഇവ ഉദ്ദേശിക്കുന്ന പഞ്ച്വാലിറ്റിയിൽ ഇവന് ഇറങ്ങാൻ പറ്റാതെ വരുന്നതാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് ബ്ലെയിം ഹിം. എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഞാനാണല്ലോ എന്റെ മുതലാളി. അതുകൊണ്ട് എനിക്ക് ഒരുവൻ മുതലാളി എനിക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ആരുമില്ല, ഇയാളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരാളുണ്ട്, അതാ പ്രോബ്ലം. അതുകൊണ്ട് പിള്ളേർക്ക് പൈസയുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലേ നീ? എടുത്തെടുത്ത് പറഞ്ഞ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഫ്ലൈറ്റിൽ പോകണ്ടേ? ഉണ്ടായിരുന്നോ? ബിസിനസ് ക്ലാസ്സിൽ പോണെങ്കിൽ ഉണ്ടായിരുന്നോ? എന്താണ് പാവത്തിന് ഉണ്ടായിരുന്നോ? വധിക്കാണ്. ഓക്കെ. മോർ സെൻസിറ്റീവ് അല്ല, അശ്വിനാണ്, ഞാനല്ല. ദിയന കൂട്ടത്തില് അല്ല. സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പെട്ടെന്ന് ഒരു സംഭവം വന്ന ഫീൽ ആവുന്നത് ഇയാൾക്കാണ്. പക്ഷെ ഇയാൾ കാണിക്കുന്ന കണ്ടിട്ട് കരയുന്ന ഞാനാ. ഹി ഡസന്റ് ക്രൈ, ഐ ക്രൈ എ ലോട്ട്. ലൈക്ക് എന്നെ മൈൻഡ് ചെയ്തിരുന്ന ഞാൻ പൊട്ടിക്കരയും. ഞാൻ കരഞ്ഞു എന്നെ മൈൻഡ് ചെയ്യേ കരഞ്ഞുകൊണ്ടിരിക്കും. വേറെ ആരെന്നെ മൈൻഡ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. ഇയാൾ മൈൻഡ് ചെയ്തിരുന്നാണല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു അടിയായിട്ട് എന്നെ എല്ലായിടത്തും പിടിച്ച് ബ്ലോക്ക് ചെയ്തോളൂ. ഞാൻ അവനെ ഇവന് മെയിൽ അയച്ചാലോ എന്നൊരു വിചാരിച്ചു. ഹായ് ദിയ കൃഷ്ണ ദിസൈഡ് എന്നൊക്കെ പറഞ്ഞേ സംസാരിക്കാൻ താല്പര്യമില്ല, നാളെ വിളിക്കുന്നു എന്റെ അടുത്ത്. ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി എന്നെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അഞ്ജലിയെ വിളിച്ച് പറഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്തു, എനിക്ക് അവന്റെ വാട്സാപ്പിന്റെ DP കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിളിച്ചു. പക്ഷെ അടുത്ത ദിവസം അൺബ്ലോക്ക് ചെയ്തു കേട്ടോ. അൺബ്ലോക്ക് ചെയ്ത് സംസാരിക്കാൻ വന്നു. ചുമ്മാ പേടിപ്പിച്ചല്ലേ ബാബു? എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിരട്ടി വിടും. എന്നെ വിരട്ടി വിടുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ സംഭവം അങ്ങനെ ഇയാൾക്ക് ഭയങ്കര സെൻസിറ്റീവാ. ഞാൻ കോമഡിക്കായിരിക്കും എന്തെങ്കിലും പറയുന്നത്, ചിലപ്പോൾ അതങ്ങ് ഹേർട്ട് ആവും. അതങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇവൻ എന്നെ മൈൻഡ് ചെയ്തിരുന്നാൽ മാത്രമേ എനിക്ക് ഫീൽ ആവൂ. എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ടവര് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്നെ അഫക്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ വേൾഡ് ഡസന്റ് അഫക്ട് മീ അറ്റ് ഓൾ. എനിക്ക് എന്റെ കാര്യം അത്രേ ഉള്ളൂ. ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ സഹായിക്കും, മൂവ് ഓൺ ആവും. അല്ലാതെ എന്നെ കൊണ്ട് പറ്റാത്ത സഹായങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? അത്രേ ഉള്ളൂ. ഐ എം നോട്ട് ബോതേർഡ്. ജിമ്മിൽ പോകാൻ മടി ആർക്കാണ്? അത് ഓൾറെഡി പറഞ്ഞു. അയ്യോ എന്റെ ഒരു 5-6 ഫോട്ടോയും കൊണ്ടുണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ വെച്ചാല് ഭയങ്കര മടിച്ച്. എനിക്ക് പറ്റൂല. അത് ജിമ്മിന്റെ പ്രശ്നമല്ല, രാവിലെ ഈവനിങ് ആണ് ജിം ടൈം എങ്കിൽ ഞാൻ ടോട്ടലി ഓക്കെ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ജില്ലെന്നിരിക്കും, ഒരു കുഴപ്പമില്ല. രാവിലെ എന്നെ ഒരു പരിപാടിക്ക് നമ്മളിപ്പോ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു മൂന്നാറില്. പാവങ്ങള് അവര് ഒരു പ്ലാൻ ആയിട്ട് കൊണ്ടുവന്നു. രാവിലെ സൺറൈസിന് ഒരു വോക്ക്, ഹൈക്കിങ് എന്നൊക്കെ. അപ്പൊ ഇരിക്കുക ചെന്ന് കയറിയപ്പോഴാണ് അവിടുത്തെ കൊണ്ടുവന്നത്. ഞാൻ സൂപ്പർ എന്നൊക്കെ പറയുമ്പോ അപ്പൊ തന്നെ അശ്വിൻ ഇരിക്കാണ്, സൺറൈസ് വാക്ക് ബെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ടീ ഫാം ഉണ്ട്, രാവിലെ ഒരു 7 o'clock എണീക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം. അപ്പൊ ഞാൻ മനസ്സിൽ 7 o'clock അതെങ്ങനെ ഇരിക്കുന്നത്? ഞാൻ മനസ്സിൽ വിചാരിച്ചു 7 o'clock ഞാൻ മൂന്നാറിൽ എണീക്കാനും ഈ അപ്പൊ തന്നെ ഞാൻ അശ്വിനത്തിനെ പറഞ്ഞു നമുക്ക് ഇപ്പൊ പറയണ്ട, റൂം എത്തിയിട്ട് അവരെ വിളിച്ച് പറയാം ഈ രാവിലത്തെ പ്ലാൻ ഒന്നും വേണ്ട, വൈകുന്നേരം വല്ല പരിപാടി ഉണ്ടെങ്കിൽ നമ്മള് വരാം. എനിക്ക് ഭയങ്കര വിഷമമായി, പ്ലാൻ സോ മെനി തിങ്സ്. പക്ഷെ എനിക്ക് പറ്റില്ല.
പറ്റത്തില്ല. കാരണം അവരത് എടുക്കുന്ന ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വർക്കിന് പോകുന്നതിൽ തന്നെ ഐ ഹാവ് ടു ഷോ ഇറ്റ് ഇൻ ദ ബ്ലോഗ് ഇതൊക്കെ ഇവരുടെ ഇവിടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് കാണിക്കാനായിട്ട് എനിക്കൊരു ജീവൻ വേണ്ടേ. ഞാൻ ലൈവായിട്ടിരുന്നാലും എനിക്ക് ബ്ലോഗിൽ ആക്ടിവേറ്റ് സംഭവിക്കും. ഇത് ഞാൻ മറ്റേ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ കാര്യം രാവിലെ 7 മണി 7 എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു അബ്രോഡ് ട്രിപ്പ് പോകണം എന്നാ ഞാൻ രാവിലെ ജിൽ ജില്ലിന്നിരിക്കും എയർപോർട്ടിൽ. രാവിലെ 4 മണിക്ക് 4 മണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ് ദുബായിലോട്ട്. നമ്മളങ്ങനെ എയർപോർട്ടൊക്കെ വന്നിട്ട് ദുബായിൽ ഇപ്പൊ 21 ഡിഗ്രി തണുപ്പായിരിക്കും അല്ലേ, തണുപ്പായിരിക്കും. ആ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അല്ലാതെ വേറെ ഒരു മേലനങ്ങുന്ന പരിപാടിക്കും എന്നെ കിട്ടൂല. ഇല്ല മല്ലയ്യ, എന്നെ വിളിക്കരുത്, ആരും വിളിച്ച് തൊല്ല ചെയ്യരുത്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈവനിങ് ഒരു ഡാൻസോ പാട്ടോ നിങ്ങൾ എന്ത് വേണം ചെയ്തു ക്യാമ്പ് ഫയർ ഞാൻ അവിടെ രാവിലെ ചെയ്യും. ഇടയ്ക്ക് ഒരു സൺറൈസ് ഒക്കെ കാണാൻ പോയി കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. സൺറൈസ് കാണുന്നത് തിരിച്ചു പോകുന്ന കണ്ടാ പോരെ, അത് ഞാൻ കാണാൻ റെഡി. സൺറൈസ് കാണുന്ന ആഗ്രഹമുണ്ടോ ബാബു? ചിലപ്പോ അപ്പോഴായിരിക്കും ഉറങ്ങണത്, അങ്ങനെയാണെങ്കിൽ പോസിബിൾ. ഞാൻ സൺറൈസ് ആവുന്ന സമയത്താണ് പോയി കിടന്ന് ഉറങ്ങുന്നത്. 3-4 മണിയാവും ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ. അതാ കാര്യം. ഓക്കെ, കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം ആർക്കാണ്? he can sit more alone. കുറച്ചുകൂടി ഇരിക്കാൻ പറ്റും. എനിക്ക് ഫോബിയാണ്. ഐ കനോട്ട് ബി അലോൺ. ഞാൻ എന്തെങ്കിലും ചൊറിഞ്ഞു ചെല്ലണം. എനിക്ക് എന്റെ വീട്ടില് 26 വർഷത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്നും ഒരു ദിവസം അതുപോലെ അച്ഛൻ വേറെ, നമ്മളൊക്കെ വലുതായതിനു ശേഷം അച്ഛൻ വേറെ റൂമിലാണ് കിടക്കുന്നത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു റൂമിൽ കിടക്കാൻ പറ്റില്ല. വി ആർ ഓൾ ബിഗ്. ഇപ്പൊ തന്നെ ഞാനും ഹൻസിക്കൊക്കെ ബെഡിൽ അടിയാണ്. അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്ക്, ഭയങ്കര അടിയാണ്. കാരണം ഹൻസ ഭയങ്കര കുഞ്ഞായിരുന്നപ്പോഴേ അവിടെ നടുക്കിടക്കുമ്പോൾ അറിയില്ല. 3 ചക്ക വെട്ടിയിട്ട് പോലെ 3 എണ്ണമാണ് ബെഡിൽ കിടക്കുന്നത്, അനങ്ങാൻ വയ്യ. അങ്ങനെ അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടന്ന ശീലമില്ല. അപ്പൊ ഒരു ദിവസം അമ്മു, ഇഷാനി, ഹൻസിക്ക, അമ്മ 4 പേരും കൂടെ ഉദയപൂരിൽ പോയി. അപ്പൊ ഞാൻ മോൾദിവസിൽ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി പോയി. അപ്പം അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എന്റെ റൂമിൽ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വേണ്ട അച്ഛാ, കുഴപ്പമില്ല, ഞാൻ ഇവിടെ കിടന്നോളാം. അപ്പൊ അച്ഛൻ ചോദിച്ചു, അല്ലടാ വെറുതെ 2 റൂമിൽ ഓരോരുത്തർ കിടക്കാൻ ഇത്ര AC ഒക്കെ ഓണാക്കി ഇടണ്ടല്ലോ, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അല്ല കുഴപ്പമില്ല അച്ഛാ, കുഴപ്പമില്ല, ഞാൻ AC ഇടുന്നില്ല, ഞാൻ ഫാൻ ഇട്ട് കിടന്നോളാം. 5 മിനിറ്റായി അച്ഛൻ പോയി കിടന്നു കുറ്റിയിട്ട്. എനിക്കാണെങ്കിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. സൈഡിലൊക്കെ കൂടെ മറ്റേ കോഞ്ചറിങ്ങിലെ വാലൊക്കെ വന്ന് നിൽക്കുന്ന പോലെ പറ്റുന്നില്ല. അറിയത്തില്ല ഒറ്റയ്ക്ക് കിടക്കാൻ. ഞാൻ രാത്രി പില്ലോ ഒക്കെ എടുത്ത് വെച്ചോണ്ട് അവിടെ ചെന്ന് തട്ടി ഡോറിൽ. അച്ഛൻ വന്ന് തോന്നുന്നു എന്താ, ഞാൻ അവിടെ കിടന്നോട്ടെ. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ശരി എന്നിട്ട് ഞാൻ ആ ബെഡിന്റെ മൂലയ്ക്ക് വിടാതെ പോയി കിടന്ന് ഉറങ്ങി. കാരണം അച്ഛൻ നല്ലപോലെ കൂർക്കം വലിക്കും രാത്രി. അപ്പൊ അത് കേട്ടിട്ട് ഉറക്കം വരാറില്ല. പക്ഷെ ഞാൻ കൂർക്കം വലി കേട്ടിട്ട് പോയി ഞാൻ സന്തോഷമായിട്ട് കിടന്നുറങ്ങി. അറ്റ്ലീസ്റ്റ് അച്ഛൻ സൈഡിൽ ഉണ്ടല്ലോ, എന്നെ പ്രേതം പിടിക്കില്ല. ഓക്കെ, അച്ഛന്റെ കുറുക്കം വലി കേൾക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് കിടന്നുറങ്ങിയത് അവിടെ. അപ്പൊ സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കിടക്കാറല്ലേ? അയ്യോ അതെപ്പോഴും എനിക്ക് ഇയാളുടെ നമ്മൾ അടിയാകുമ്പോഴൊക്കെ ഞാൻ പറയും, ഞാൻ മെസ്സേജ് അയക്കും. പിന്നെ സ്നാപ്ചാറ്റിലൊക്കെ പോയി മെസ്സേജ് അയക്കും, എനിക്ക് ഗുഡ് നൈറ്റ് പറയാതെ ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയും. എനിക്ക് ഗുഡ് നൈറ്റ് പറയാതെ കിടക്കാം. എനിക്ക് ഇയാൾ എന്നെ നോക്കി വീഡിയോ കോളിൽ വന്ന് ചിരിച്ച് ഗുഡ് നൈറ്റ് കണ്ണമ്മ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഞാൻ റിമെമ്പർ രാവിലെ വെളുപ്പിൽ 4 മണി 5 മണിക്കൊക്കെ ഞാൻ എണീച്ച് മെസ്സേജ് അയച്ചു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ക്യാൻ യു പ്ലീസ് വേക്കപ്പ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ മറ്റേ സൈക്കോ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യും. കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാണ്. ഞാൻ കുറച്ച് സൈക്കോ ആണ്. ഇയാളെ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വേറെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇഫ് ഹി ഡസന്റ് ടോക്ക് ടു മീ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂ എനിക്കുണ്ട്. ഞാൻ പറയും, എടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോറി പറയാൻ റെഡിയാ. തൻ്റെ തെറ്റാണെങ്കിലും ഞാൻ സോറി പറയാം. എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഒന്നെൻ്റെ ഫോൺ എടുക്കൂ, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഇവൻ പറയും താല്പര്യമില്ല. ഞാൻ ചില സമയങ്ങളിലുണ്ട്, എപ്പോഴും ഒന്നുമില്ല. മേ ബി നമ്മുടെ തമ്മിൽ അടി ഉണ്ടാകുന്ന 2 മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഇങ്ങനെ. പക്ഷെ അതാവുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടാസ്കാ. ഇവനെ ഒന്ന് മേക്കി തിരിച്ചു കൊണ്ടത് മിനിക്ക് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഭയങ്കര സോപ്പ് ഇട്ടിട്ടാണ് അവസാനം ശരിയാവുന്നത്. അല്ലേ ഇത്രയും വിഷമിച്ചിട്ടായിരിക്കും ആ വഴക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അവന് അത് ഞാൻ പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവാ. ഹേർട്ട് ആയാൽ അത് ഭയങ്കര ഹേർട്ട് ആവും. അതിങ്ങനെ ഒരു 72 hours ലോങ് ആയിട്ടുള്ള ഒരു അടിയായിട്ടെങ്കിലും. സ്ക്രീം ഓൺ എ സ്പൈഡർ. അങ്ങനെ വെച്ചാ സ്പൈഡറിന് ഞാൻ വിളിക്കത്തില്ല. അശ്വിനായിരിക്കും ചിലപ്പോ. അശ്വിനാണ് സ്പൈഡർ. എനിക്ക് പല്ലി മാത്രമേ പേടുള്ളൂ. പാമ്പിനെ കണ്ടാൽ പോലെ ചിരി വരും. ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് പല്ലി പറ്റൂല. എനിക്ക് പാമ്പാണ് ഏറ്റവും പേടി. നമ്മുടെ വീട്ടിൽ സ്ഥിരം പാമ്പ് വരും ഗാർഡനില്. അച്ഛൻ പാമ്പിനെ പിടിക്കാൻ ഓടും, ഞാൻ പിന്നാലെ ക്യാമറയും കൊണ്ട് ഓടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പിനെ ക്യാമറ പിടിക്കാൻ. എന്റെ അടുത്തോട്ട് വരല്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് പാമ്പിനെ കാണാനും ക്യാമറ എടുക്കാനും ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് പാമ്പിനെ കാണുമ്പോ കഴുത്തിന് ഒരുമാതിരിയാവും. എനിക്ക് അതാണ് പല്ലിയെടുത്തുള്ള പ്രശ്നം. പല്ലിയുള്ള ബാത്റൂമിൽ ഐ നെവർ ഗോ. ഞാൻ ഇഷാനി ഹൻസിക്ക മേ ബി ഒരു 1 month ഒരു പല്ലി നമ്മളൊരു ബാത്റൂമിൽ കണ്ട അടുത്ത ഒരു മാസം നമ്മൾ ആ ബാത്റൂമിൽ പോകത്തില്ല. ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ലോ. ഞാൻ ഇഷാനി രാത്രി നമ്മൾ 3 പേരും കൂടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ റൂമിൽ കയറി അവിടുത്തെ ബാത്റൂമിൽ പോകും. ബിക്കോസ് നമുക്ക് 3 പേർക്കും പല്ലി എന്ന് പറഞ്ഞ ട്രോമ, ഒരു ഫോബിയ, സഹിക്കാൻ പറ്റുന്ന ഫോബിയാണ്. പല്ലി കുഴപ്പമില്ല.
കൂർക്കം വലിക്കുന്നത് ആരാണ്? ബെസ്റ്റ്. എവിടെ ആ കറക്റ്റ്. അത് എനിക്ക് ഇപ്പം വിശ്വസിക്കാൻ വരുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പൊ ബുക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ അമ്മായച്ചനും വരുമ്പോഴും അതില് ഞാൻ ഇങ്ങനെ തട്ടും. ചില സമയത്ത് നമ്മൾ ട്രിപ്പ് പോകുമ്പോ ഞാൻ എടേ അശ്വിൻ അപ്പൊ അങ്ങനെ എണീക്കും. എടേ കൂർക്കം വലിക്കുവാണ് താൻ. അപ്പൊ അവന് ആണോ സോറി എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു ശബ്ദവും കാണില്ല. വീണ്ടും കുറച്ചേ തുടങ്ങി ഞാൻ ബെസ്റ്റ് ഇതാ തുടങ്ങി എന്ന് ഞാൻ മിണ്ടാതെ വീണ്ടും കിടന്നപ്പോ അങ്ങനെ. പക്ഷെ ഞാൻ അതിനേക്കാൾ ഡിസ്റ്റർബിങ് ആണ് കേട്ടോ. ഞാൻ ഉറങ്ങുന്നതിനിടയിൽ 5 വട്ടം ഇവനെ എണീപ്പിക്കും. മൂത്രം ഒഴിക്കാൻ ഒന്ന് ബാത്റൂം വരെ കൂട്ടുവരൂ. ഇവൻ വെളിയിൽ വന്ന് നിൽക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പോയി ബാത്റൂം പോകാൻ പേടിയാ. അറിഞ്ഞുകൂടാത്ത ഹോട്ടൽസൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഇവൻ ബാത്റൂമിന്റെ വെളിയിൽ വന്ന് ഇങ്ങനെ അവിടെ ബോളി ചാരി ഇങ്ങനെ നിൽക്കും ഇങ്ങനെ. ഞാൻ അപ്പൊ അകത്ത് പെട്ടെന്ന് ബാത്റൂം മൂത്രം ഒഴിച്ചിട്ട് ഓടിങ്ങി വരും. ഞാൻ താങ്ക് യു അപ്പൊ വീണ്ടും വെക്കണം. ഓക്കെ. മറവി കൂടുതൽ ആർക്കാണ്? ദിയാ കൃഷ്ണയുടെ തല എവിടെ? കറക്റ്റ്. ഭയങ്കര മറവിയാണല്ലോ അശ്വിൻ. ഒരു 50 പ്രാവശ്യം ഈ ഫോൺ കളഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ഈ രണ്ടും. ഞാൻ എവിടെയെങ്കിലൊക്കെ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ബാത്റൂമിൽ ആ ഫോണൊക്കെ വെക്കും. പിന്നെ അയ്യോ ഞാൻ എവിടെയാണ് ബാംഗ്ലൂരിൽ മോളില് ബാത്റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ പോയി. മോളിൽ നിന്നുള്ള സെക്യൂരിറ്റി ഓഫീസർ എന്നെ വിളിച്ചു. നിങ്ങളുടെ ഫോൺ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നെ വിളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എടുത്തു. ഭാഗ്യത്തിന് നമ്മൾ CCTV കൊണ്ടുപോയി അവർ കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും ഫോൺ കൊണ്ടാകത്തോട്ടെ തിരിച്ചിറങ്ങുമ്പോൾ ഫോണോടെ. അങ്ങനെ പോയി ഫോൺ എടുത്തു. അവർ പക്ഷെ അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് ഫോണിന്റെ എന്തൊക്കെയോ ചോദിച്ചില്ല. എന്റെ ആധാർ കാർഡൊക്കെ തരാൻ പറഞ്ഞു. എന്റെ ഫോണാണോ എന്ന് ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് CCTV നോക്കിയാൽ പോലെ ഞാൻ ആ ബാത്റൂമിൽ കയറി ഇറങ്ങുന്നത്. ഫോണോട് വെച്ചപ്പോഴേക്ക് പുള്ളിയുടെ അമ്മ വിളിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയേക്കണത്. അപ്പം അമ്മയാണ് വന്ന് നമ്മളെ അമ്മ ഞാൻ എവിടെയോ അടിച്ചു കൊടുത്തിരിക്കുക. അമ്മ എന്നെ വിളിച്ചിട്ട് നിന്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ചു. അവന്റെ ബാഗില്. അല്ല, നീ പോയ മോളിലെ ബാത്റൂമില്. ഞാൻ വിളിച്ചപ്പോ വേറെ ഒരാളെ എടുത്തത്. ഞാൻ മൊത്തം തപ്പാൻ തുടങ്ങി. ഞാൻ അവിടുത്തെ ബാത്റൂമിലാണ് എന്റെ ഫോൺ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയോ നിന്ന് ഓടി മോളിലെ ബാത്റൂമിലോട്ട്. അവിടെ ചെന്ന് അവരെന്നെ ക്രോസ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യണം. അവരെ ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് വാൾപേപ്പർ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസരം എടുത്തോണ്ട്. അവർ തല റെഡിയല്ലായിരുന്നു. ഞാൻ അവരെ എടുത്തു വെച്ച് പറഞ്ഞത് എന്റെ മുഖം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടാണ് അവസരം ഞാൻ എടുത്തത്. കഴിഞ്ഞു ഗൈസ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞല്ലേ? ഒരേ സെയിം ആയിട്ട് എല്ലാം സെയിം ആയിട്ട്. ഒരെണ്ണം മാത്രം രണ്ടുപേരും സെയിം വന്നുള്ളൂ. ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് കിച്ചൺ. അശ്വിനല്ല, ദിയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് മര്യാദക്ക് അറിയില്ല. ദിയക്ക് മാത്രമാണ് കുക്കിംഗ് അറിയുന്നത്. ഹെൽത്തി വാഴക്കപ്പം, മീനമ്മാസ് റെസിപ്പി. യെസ്, അതാണ് ഹൈലൈറ്റ്. ഞാൻ അശ്വിന്റെ അമ്മ ഇതാക്കുന്നത് മറ്റേ ഇതുപോലെ ഒരച്ചെടുക്കാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ, വളരെ തിൻ സ്ലൈസ് ആയിട്ട്. എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. കാരണം അതെനിക്ക് ഞാൻ മറ്റേ ഈ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കണ്ട ആൾക്കാരുടെ കൈയൊക്കെ അതിൽ കൂടെ ചെത്തി പോകുന്നേ കണ്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പേടിയാ. അതാ അങ്ങനെ നമുക്ക് ഫുഡ് പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കൂടി ചേർത്ത് കുഴച്ച് വന്നാലേ. കണ്ണമ്മ കുറെ നേരമായി നമ്മളിങ്ങനെ എണ്ണയുടെ മൂട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെ പൊങ്ങി വരുന്നത്? പറഞ്ഞ അതൊക്കെ കൂടെ കണക്കാക്കി ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരെണ്ണത്തെ എനിക്ക് കിട്ടിയിരുന്നോ നിൽക്കണം. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോട്ടെ. എന്നെ യു ടോക്കിംഗ് അബൌട്ട് മീ.